ഇന്നലെ ഇപ്പൊ നൈറ്റ് ലൈവിൽ ഇപ്പൊ ശ്രീധുവിന്റെ ബർത്ത്ഡേ ആയിട്ടപ്പോ ഈ അർജുനും റസ്മിനും കുറെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടീഷർട്ട് കൊടുക്കാനൊക്കെ അർജുൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ശ്രീധുവിനോട് പറഞ്ഞു, റസ്മിനും കൂടി പ്ലാൻ ചെയ്തിരുന്നത് അർജുൻ ഒരു ബ്ലാക്ക് ടീഷർട്ട് അതിൽ അത് കഴിഞ്ഞിട്ട് റെഡ് ലിപ്സ്റ്റിക്കും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി പൈ എന്നൊക്കെ എഴുതിയിട്ട് ഒരു ടീഷർട്ട് കൊടുക്കാനും പിന്നെ വേറൊരു സംഭവം ഒക്കെ ഒട്ടിക്കാനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല പോലെയൊക്കെ. പിന്നെ അർജുന് കിട്ടിയ കുറെ സാധനങ്ങളുണ്ട്, ഓരോ ഗെയിമിൽ നിന്നും ടാസ്കിൽ നിന്നൊക്കെ കിട്ടിയ കുറെ സാധനങ്ങളൊക്കെ അർജുൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്നും നടന്നില്ല. അപ്പൊ അതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തതെന്ന് ഇവർ ശ്രീധുവിനോട് പറയുകയുണ്ടായി. അത് മാത്രമല്ല കാർഡൊക്കെ കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റി, ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെയാണ് ഇവർ അതിന്റെ ശ്രീധുവിനോട് പറഞ്ഞത്. അപ്പൊ ശ്രീധുവിന് ഇവർ ഇത്ര എഫേർട്ട് എടുത്ത് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട് താങ്ക് യു പല പ്രാവശ്യമായിട്ട് അർജുനോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീധുവിന്റെ ഒരു തമാശക്ക് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഇനി ഉണ്ടാക്കിക്കോട്ടോ, നാളെ തൊട്ട് എന്റെ ബർത്ത്ഡേ വേണമെങ്കിൽ നിങ്ങൾ ഇനി ഇരുന്ന് ഉണ്ടാക്കിക്കോളാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ അർജുനായിട്ട് ടീഷർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നത്. അർജുനൊക്കെ ഡേറ്റ് മാറിപ്പോയതായിരുന്നു പ്രോബ്ലം. ശ്രീധുവിന് അമ്മ അയച്ച ലെറ്റർ അപ്പൊ ശ്രീധുവിന് വായിക്കാൻ അറിയില്ലായിരുന്നു മലയാളം. അപ്പൊ റസ്മിനും അർജുനും ശ്രീധു ഇല്ലാതെ ഒന്നിച്ചിരുന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അർജുൻ ചെന്നിട്ട് റസ്മിനോട് ചെവിയിൽ എന്തായിരുന്നു ആ ലെറ്ററിൽ എന്നൊക്കെ ചോദിക്കും. ആ പേഴ്സണൽ കാര്യങ്ങളാണെന്നൊക്കെ ഉള്ള രീതിയിൽ റസ്മിൻ അവിടെ പറയുന്നുണ്ട്. പിന്നെ ശ്രീധുവും ഇവരെല്ലാവരും ഒന്നിച്ചെടുക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ലൈവൊക്കെ അമ്മ ഇരുന്ന് കാണുന്നുണ്ടെന്നാ തോന്നണേ, നമ്മുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഇവർ മൂന്നര ഒന്നിച്ചവിടെ കിടക്കുവാണ്. അപ്പൊ അർജുൻ പറയും ഞാൻ എണീറ്റ് പോണോന്നൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത്.